ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തെ ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് വേൾഡ് മലയാളി ഫെഡറേഷന്റെ 5ാമത് ദ്വിവത്സര ഗ്ലോബൽ കൺവെൻഷൻ ദുബായിൽ ആവേശകരമായ തുടക്കം കുറിച്ചു. സ്നേഹത്തിലൂടെയും സഹകരണത്തിലൂടെയും മാറ്റത്തിന് തിരികൊളുത്താമെന്ന പ്രമേയത്തിൽ ഊന്നിയ കൺവെൻഷൻ ഇന്ന് രാവിലെ ദുബായ് ദേരയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. രാവിലെ 9:30 ആരംഭിച്ച ഉദ്ഘാടന സെക്ഷനിൽ സജിൻ നിഷാൻ, ഷെറിൽ മറിയം എന്നിവർ അവതാരകരായിരുന്നു. സ്മിത വർഗീസിന്റെ പ്രാർത്ഥനാഗീതത്തോടെ തുടങ്ങിയ ചടങ്ങിൽ ഗ്ലോബൽ സെക്രട്ടറി നൌഷാദ് ആലുവ സ്വാഗതം ആശംസിച്ചു. WMF ഗ്ലോബൽ ആൻഡ് കൺവെൻഷൻ കോർഡിനേറ്റർ ഡോക്ടർ ആനി ലിബു ആമുഖ പ്രഭാഷണം നടത്തി. ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്ലോബൽ പ്രസിഡന്റ് പൗലോസ് തേപ്പാല മുഖ്യ പ്രഭാഷണം നടത്തി. സംഘടനയുടെ സ്ഥാപക ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചു. പരസ്പരം സഹായിക്കാനും ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാനുമുള്ള വേദിയാണ് സംഘടനയെന്ന് ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 2016 ലളിതമായി തുടങ്ങിയ സംഘടന ഇത്രയേറെ വളരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ജാതിമത സാമ്പത്തിക രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ മലയാളി സമൂഹം ഒത്തുചേരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷാ കൂട്ടായ്മയായി WMF മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോങ്കോങ്ങിൽ ഒറ്റപ്പെട്ടു പോയ ഒരു വിദ്യാർത്ഥിനിക്ക് സംഘടനയുടെ ശൃംഖലയിലൂടെ പെട്ടെന്ന് സഹായം എത്തിക്കാൻ സാധിച്ചത് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. തുടർന്ന് ക്യാബിനറ്റ് ഭാരവാഹികളും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചതോടെ കൺവെൻഷന് ഔദ്യോഗിക തുടക്കമായി. ഗ്ലോബൽ ട്രഷറർ ടോം ജേക്കബ് ഉദ്ഘാടന സെക്ഷനിൽ നന്ദി രേഖപ്പെടുത്തി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടന്ന ജനറൽ ബോഡി യോഗത്തിൽ സംഘടനയുടെ പ്രവർത്തന റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. കഴിഞ്ഞ 2 വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച റീജിയനുകൾക്കും വ്യക്തികൾക്കുമായി എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ലുലു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ വി നന്ദകുമാർ ഗ്ലോബൽ ഐക്കൺസ് ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷന്റെ പ്രധാന ഭാഗമായി 2026-27 വർഷത്തേക്കുള്ള പുതിയ ഗ്ലോബൽ ക്യാബിനറ്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും നടന്നു. ഇലക്ഷൻ കോർഡിനേറ്റർ തോമസ് വൈദ്യൻ തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി. സംഘടനയുടെ പുതിയ ബൈലോ അവതരണവും ജോൺസൺ തോമന നിർവഹിച്ചു. ഗ്ലോബൽ ജോയിന്റ് ട്രഷറർ VM സിദ്ദിഖ് ചടങ്ങുകൾക്ക് നന്ദി പറഞ്ഞു. ലോകത്തിന്റെ 167 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത ഈ സംഗമം കേരളീയ സംസ്കാരത്തിന്റെ തനിമ വിളിച്ചോതുന്നതായിരുന്നു. പരമ്പരാഗത വേഷമണിഞ്ഞെത്തിയ പ്രതിനിധികളും നാസിർ മിന്നലയുടെ സംഗീത വിരുന്നും കൺവെൻഷന് മാറ്റുകൂട്ടി. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.